ഫ്രീ ആയിട്ട് എന്ത് ലഭിച്ചാലും വളരെ സ്നേഹത്തോടുകൂടി അത് വാങ്ങുന്നവരാണ് നമ്മളെല്ലാവരും തന്നെയും അല്ലേ. നമ്മുടെ മൊബൈൽ നോക്കുകയാണെങ്കിൽ ഒരു 99% നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഫ്രീ ആണ്. പേയ്മെൻറ്റ് കൊടുത്ത് നമ്മളൊരു ആപ്ലിക്കേഷനൊക്കെ വാങ്ങുന്നത് വളരെ ചുരുക്കമായിരിക്കും. പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് രീതിയിലും ഇത് തന്നെയാണ് നമ്മളൊക്കെ ഫോളോ ചെയ്യുന്നത്. ഒരുപാട് ഫ്രീ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഗ്രോ ആപ്പ്, കുബേര തുടങ്ങിയ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതൊക്കെ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഇതിനെ കണ്ണും പൂട്ടി വിശ്വസിച്ചാണ് നമ്മളെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ, അപ്പം നമുക്കും ഒന്നും സംഭവിക്കില്ല എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ഫ്രീ ആപ്ലിക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻസ് വഴി മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്കിലും ഇൻഷുറൻസിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഗ്രോ ആപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു സ്കാം എന്ന രീതിയിൽ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യമാധ്യമങ്ങളുടെയും ന്യൂസിലൂടെയും പത്രമാധ്യമങ്ങളുടെ ഒക്കെ തന്നെയും. ഗ്രോ ആപ്പ് മുഖേന ഒരു ഇൻവെസ്റ്റർക്ക് ഉണ്ടായത് ഇതാണ്. 2020 അവർ പരാഗ് പരീഖ് എന്ന മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. 2024 അത് റെഡീം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ജനറേറ്റ് ആയിട്ടില്ല എന്നാണ് ഗ്രോ ആപ്പിൻ്റെ ഭാഗത്തു നിന്നും കസ്റ്റമർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർക്ക് കിട്ടിയ മെസ്സേജ്. പലപ്പോഴും പല തവണ അവർ കോൺടാക്റ്റ് ചെയ്തിട്ടും അവർക്കൊരു പോസിറ്റീവായ റിപ്ലൈ കിട്ടിയില്ല. അതിനുശേഷം അവർ ലണ്ടനിൽ അവർ ഈ വിവരം പോസ്റ്റ് ചെയ്തതിന് ശേഷം ഗ്രോ ആപ്പ് അവരെ കോൺടാക്റ്റ് ചെയ്യുകയും നിങ്ങളുടെ ക്യാഷ് നിങ്ങൾക്ക് റിഡീം ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. അതോടൊപ്പം ലണ്ടനിൽ അവർ പോസ്റ്റ് ചെയ്ത അവരുടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണമെന്ന് അവരോട് പറഞ്ഞു എന്നാണ് അവർ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. ഇങ്ങനെയൊരു സ്കാം ഗ്രോ ആപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ന്യായീകരിക്കാൻ കഴിയാത്ത തെറ്റാണ് ഗ്രോ ആപ്പ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേര് യൂസ് ചെയ്യുന്നു, നമ്മളെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ പോലും പലതവണ ശ്രദ്ധിക്കുക. പോർട്ട്ഫോളിയോ, പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്കും ഒക്കെ ചെയ്യുമ്പോൾ പോർട്ട്ഫോളിയോ ജനറേറ്റ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിരിക്കണം. മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നുണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് മെയിൽ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് മെയിൽസ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയറിൽ പറയാം. നമ്മുടെ ഒരുപാട് നാളത്തെ സ്വപ്നവും പ്രതീക്ഷകളും ഗോളും ഒക്കെ നടപ്പാക്കാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഡബിൾ ചെക്ക് ചെയ്യുക. അതിൻ്റെ കമ്പനിയുടെ സുതാര്യത, ആപ്ലിക്കേഷൻ കമ്പനിയുടെ സുതാര്യത മനസ്സിലാക്കുക. അതിനുശേഷം മാത്രമേ ഇങ്ങനെയുള്ള ഫ്രീ ആപ്പിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം. താങ്ക്